ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറച്ചധികം തിരക്കിലായിരുന്നു. റൂമൊന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ രീതിയിലൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും പിന്നെ അതിൻ്റെ ഇടയിൽ അർജൻറ്റായിട്ട് ഒന്ന് രണ്ട് വർക്ക് പോളറോയിഡ്സിൻ്റെ വർക്ക് ചെയ്ത് കൊടുക്കാനുള്ളതും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് എനിക്ക് വീഡിയോ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാട്ടോ ഇത്ര ഡിലേ ആയത്. ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടും. എപ്പോഴെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ബ്രേക്ക് അങ്ങനെ നീണ്ടുപോകും. പിന്നെ തിരിച്ച് വീഡിയോ ഇടാമെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് പണിയാണ്. അങ്ങനെ രാവിലത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ഇന്നത്തെ ഡേ ഒന്ന് പ്ലാൻ ചെയ്യാൻ പോവാണ്. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ തിരക്ക് പിടിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. സമാധാനമായിട്ടൊരു ഡേ കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ട്. അതും ഇന്ന് സെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സബ്സ്ക്രൈബറാണ്, അപ്പോൾ ഹാമ്പർ സെറ്റ് ചെയ്യണത് എന്തായാലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ അങ്ങനെ കാര്യപ്പെട്ട പണിയൊന്നുമില്ല. എന്നാലും പ്ലാനിങ്ങിന് ഒരു കുറവും വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ഇതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്ന ദിവസം കൂടെയല്ലേ, അപ്പോൾ ഒരു ഓർഡറിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാനതാ ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് കുറേ ആയിട്ടോ ഇപ്പോൾ ഞാൻ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ടായിരുന്നു ഇങ്ങനെ പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ആയിട്ട്. ഇപ്പോൾ കുറേ കാലമായി സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട്. ഈ സ്ട്രോബെറി ഞാൻ ഫ്രീസറിൽ വെച്ച് ഇങ്ങനെ ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്മൂത്തിയോ ഷേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ക്രീമി ആയിട്ട് കിട്ടും. പിന്നെ 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഓട്സ് വെച്ചിട്ട് ചെയ്യണം എന്നേനു. പിന്നെ രാവിലെ ഞാൻ മറന്നു കേട്ടോ അത് സോക്ക് ചെയ്ത് വെക്കാൻ. ഉണ്ടാക്കുന്ന സമയത്താണ് ഓർമ്മ വന്നത്. പിന്നെ ഇപ്പം ഉള്ളത് വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ തന്നെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും ചിയാ സീഡ്സും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് എല്ലാം കൂടെ നല്ലോണം അടിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ബാക്കി പാലൊഴിക്കണത്. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടത് ഫുള്ള് ഞാൻ ഈ ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ബാക്കി പണിയൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഇത്രയും ഐറ്റംസും ഇതിൻ്റെ പുറമെ ഒരു ടെഡി ബിയറും കൂടിയാണ് കേട്ടോ ഉള്ളത്. ഇതാദ്യം ബോക്സിൽ വെക്കാന്നുള്ള രീതിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഈ ഒരു ബോക്സിൽ കറക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ചെരിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസേ ബാക്കിയുള്ളൂ. അപ്പോൾ ഭയങ്കര കുത്തിക്കൊള്ളിച്ച് വെച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനത് പുറത്ത് വെക്കാമെന്ന് കരുതി. പിന്നെ വലിയ ബോക്സ് വേണമെങ്കിൽ വാങ്ങാം. പക്ഷേ ഈ ബോക്സിൻ്റെ സൈസ് കൂടുന്തോറും പ്രൈസിലും അത്യാവശ്യം നല്ല ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റിൽ നിൽക്കില്ലാന്ന് തോന്നിയോണ്ട് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പുറമെ അങ്ങനെ വെച്ചിട്ട് റാപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് സെപ്പറേറ്റ് ആണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പെൻസിൽ കേസും മിനി വാലറ്റൊക്കെയാണ്. പെൻസിൽ കേസ് എന്തായാലും വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര ഒബ്സഷനാണ് ഈ പെൻസിൽ കേസിനോട്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. മിനി വാലറ്റും പിന്നെ 2 ഹെയർ സ്ക്രഞ്ചീസും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു കുഞ്ഞു മിനി ബുക്കും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഡയറി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ്. ഇതിൻ്റെ ഈ ഒരു കവർ പേജും ഞാനിങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് കുറച്ചധികം ക്യൂട്ടായിട്ടുള്ള ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സും ഹെയർ ക്രാബ്സൊക്കെയാണ്. ഇതിൽ ഐറ്റംസൊക്കെ എന്നോട് തന്നെ എൻ്റെ ഇഷ്ടത്തിന് വാങ്ങാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നും ഞാൻ കസ്റ്റമറിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. ഒക്കെ എൻ്റെ ഇഷ്ടത്തിന് വാങ്ങണം. എല്ലാം കൂടെ മൊത്തത്തിൽ ഭയങ്കര ക്യൂട്ടായാൽ മതിയെന്നേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പം ഞാൻ ആ ഒരു രീതിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പെന്നും പെൻസിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കീ ചെയിൻ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒന്ന് ഞാൻ വേറെ ഹാമ്പറിൽ വെച്ചു, ഇത് ഈ ഒരു ഹാമ്പറിലും വെച്ചു. പിന്നെ ചോക്ലേറ്റ്സിൻ്റെ പകരം ഈ ഒരു ജെല്ലി ക്യൂബ്സ് ആണ് കേട്ടോ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം വെച്ചിട്ട് ബോക്സ് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതൊരു പ്ലെയിൻ ബോക്സ് ആണല്ലോ, അപ്പോൾ ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടോപ്പറും കൂടെ ഇതിന് മുകളിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അത് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ വെർട്ടിക്കലായിട്ട് വെക്കണോ ഹൊറിസോണ്ടലായിട്ട് വെക്കണോ എന്ന് ഞാൻ കുറേ ആലോചിച്ച് നോക്കി. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു.
പിന്നെ ഒരു മിനി ഫ്രെയിം കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ്, പക്ഷേ ഈ ഹാമ്പറിൽ വെക്കാനുള്ളതല്ല, പക്ഷേ സെയിം ആൾക്കുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതും കൂടെ പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് 4x4 ആണ് കേട്ടോ സൈസ്. അപ്പോൾ സാധാരണ ഞാൻ എപ്പോഴും വാങ്ങണ ഒരു ടൈപ്പ് ഫ്രെയിം തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ജെല്ലി ഇങ്ങനെ കവറിൽ മാത്രമാണല്ലോ വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്തോ ഒരു രസമില്ലാത്ത പോലെ തോന്നി കാണാൻ. അപ്പോൾ ഈ ഒരു റിബൺ യൂസ് ചെയ്ത് ഞാനൊരു കുഞ്ഞു ബോ കൂടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് വേറെ കവർക്കൊന്നും മാറ്റാത്തത് ഇതിങ്ങനെ റാപ്പ് ചെയ്യാത്ത ടൈപ്പ് ക്യാൻഡി ആണല്ലോ. അപ്പം ഇനി ഞാൻ കൈ വെച്ചെടുത്ത് വേറെ കവർക്ക് മാറ്റി അങ്ങനെയൊന്നും ചെയ്യേണ്ട, അവർ തന്ന പോലെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് അയക്കാനില്ലാത്തതുകൊണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുക്കളയ്ക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം ഇനി കുറച്ചധികം നേരം ഇവിടെ പണിയെടുക്കാനുണ്ട്. ഇതിപ്പോൾ ഞാൻ ചോറുക്ക് കറിയൊക്കെ ഉണ്ടാക്കാണ് കേട്ടോ ചെയ്യണത്. കാരണം ഉമ്മ വീട്ടിലില്ലായിരുന്നു, അമ്ലുവിന് മീറ്റിംഗ് ആയിട്ട് കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നോട് കറിയും പിന്നെ മീൻ പൊരിക്കാനും അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഞാനാണെങ്കിൽ കുറേ ആയിട്ടുണ്ടായിരുന്നു മീൻ കറിയും കൂട്ടിയിട്ട് ചോറ് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസമായി അതിനൊരു പൂതി. അപ്പോൾ മീൻ കറിയും മീൻ പൊരിക്കും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഉള്ളി എല്ലാം ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ ഒന്ന് ചതച്ചെടുക്കാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഈ മീൻ കറിയൊക്കെ ആകുമ്പം എപ്പോഴും മൺചട്ടിയാണല്ലോ അതിൻ്റെ ഒരു രസം. അല്ലെങ്കിൽ എനിക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കണതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അങ്ങനെ റെസിപ്പി ആയിട്ടൊന്നും പറയണില്ല കേട്ടോ. കാരണം ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ലേ നിങ്ങൾക്ക് അറിയില്ലല്ലോ. പിന്നെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കണോണ്ട് അങ്ങനെ ഷെയർ ചെയ്തു എന്നുള്ളൂ. പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യണ സമയത്ത് എനിക്കതിൽ നല്ല കമൻസൊക്കെ വരലുണ്ട് കേട്ടോ. അറിയാത്ത റെസിപ്പി പഠിക്കാൻ പറ്റി, പിന്നെ കുക്കിംഗ് വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണത്. പിന്നെ എനിക്ക് പണ്ട് തൊട്ടേ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കുക്കിംഗ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫസ്റ്റ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുന്നേ ഞാനൊരു കുക്കിംഗ് ചാനലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 7-8 വീഡിയോസൊക്കെ അതിൽ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ അങ്ങനെ നിർത്തി. അതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ക്രാഫ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നൊന്നും ക്രാഫ്റ്റ് മാത്രം ചെയ്യണ സമയത്ത് ഈ കുക്കിംഗ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കുക്കിംഗ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാലോ, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു എൻ്റെ ഈ ഒരു ചാനലിൽ എനിക്ക് കുക്കിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റണതിൽ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണത്. അങ്ങനെ കറിക്കുള്ളത് പകുതി സെറ്റാക്കിയതിൻ്റെ ശേഷം ഞാൻ പിന്നെ മീൻ പൊരിക്കാനുള്ള മസാലയും കൂടെ ചെയ്യാമെന്ന് കരുതി. ഞാൻ പെട്ടെന്ന് സമയം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ആവണ സമയം കൊണ്ട് മറ്റേത് അങ്ങനെ ചെയ്യാണ് കേട്ടോ ചെയ്യണത്. ഇപ്പം ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങി അതാവണ സമയത്താണ് ഞാൻ അതിലേക്കുള്ള ബാക്കി സാധനങ്ങൾ റെഡിയാക്കണതും അങ്ങനെയൊക്കെ. അപ്പോൾ കുറേ സമയം വേണ്ടല്ലോ, കുറച്ച് സമയം കൊണ്ട് തന്നെ ഒക്കെ കഴിയും. ഓരോന്നും ചെയ്യണതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിൽ വേറെ കാര്യം ചെയ്തിട്ട് അങ്ങനെ എല്ലാം കൂടെ പെട്ടെന്ന് തീർക്കാന്നുള്ള രീതിക്ക്. പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കുറച്ചധികം പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അതും കൂടെ കഴുകി വെക്കുകയാണ്. കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത പാത്രങ്ങൾ അപ്പം തന്നെ അങ്ങനെ കഴുകി വെച്ചാൽ മതിയല്ലോ. എന്നാൽ പിന്നെ ലാസ്റ്റ് കുറേ ഉണ്ടാവില്ല. പക്ഷെ നല്ലോണം നല്ല ക്ലീൻ ആക്കിയിട്ട് കഴുകണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ലാസ്റ്റ് കഴുകാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഒന്ന് സമയം കിട്ടുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ കഴുകി വെക്കും. കാര്യമായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഇടാനെടുത്ത പാത്രമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വെള്ളം കൊണ്ട് കഴുകിയാൽ മതിയല്ലോ. പക്ഷെ ഇങ്ങനെ സോപ്പൊക്കെ ആക്കിയിട്ട് കഴുകണം എന്നുണ്ടെങ്കിൽ എല്ലാ പാത്രവും ലാസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒരുമിച്ച് കഴുകും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കാണാതായ 2 കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമല്ല മാസങ്ങളായിട്ട് ഇത് എവിടെയും നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. എനിക്ക് കപ്പിനോടൊക്കെ ഭയങ്കര ഒബ്സഷനാണ് കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസിനോട്.
അപ്പോൾ എൻ്റെ അടുത്തുള്ളതൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഡെയിലി ഒരു കപ്പിലൊന്നല്ല ഇട്ട് കുടിക്കുക, ഞാൻ പല പല കപ്പിലൊക്കെയാണ് കുടിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവേണ്ടാവില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്, ഞാൻ ഓരോ കപ്പിൽ ഓരോ ദിവസം അങ്ങനെയൊക്കെയാണ് കേട്ടോ കുടിക്കുക. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഉമ്മ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഞാനിങ്ങനെ കുറേ കപ്പ് നിരത്തി വെച്ചിട്ട് ഉമ്മ 2 അതിന് മെല്ലെ എടുത്ത് വെച്ചതേനു. എനിക്കറിയില്ലേനു, ഞാൻ അന്ന് കുറേ തപ്പി നോക്കിയിട്ടുണ്ടേനു, പിന്നെ കിട്ടാത്തതുകൊണ്ട് ഇന്നാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വേറെ എന്തോ ഒരു പാത്രം എടുക്കാൻ വേണ്ടി റാക്കിൻ്റെ മുകളിൽ നോക്കിയപ്പോഴാണ് ഇത് രണ്ടും അവിടെ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ കിട്ടിയ സ്ഥിതിക്ക് രണ്ടും നല്ലോണം വാഷ് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തിന് മീൻകറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫൈനലി ഞാൻ 2-3 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് മീനും കൂടെ പൊരിക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില എണ്ണയ്ക്ക് ഇട്ടതിൻ്റെ ഒരു എഫക്റ്റാണ് കേട്ടോ അങ്ങനെ കാണുന്നത്. മറ്റേ പൂത്തിരി കത്തിച്ച മാതിരി ഉണ്ട്, ഇനി ഫുൾ എണ്ണ തെറിച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ മീനും കൂടെ പൊരിക്കുന്നുണ്ട്. അങ്ങനെ അടുക്കളയത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നേരെ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഫുള്ളായിട്ട് തുടക്കുന്നതും കൂടെ ഉണ്ട്, റൂമും വീടൊക്കെ തുടക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഫ്രഷായി ബാക്കി പ്രയറും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ ചോറ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ കാലത്തിൻ്റെ ശേഷമാണ് കേട്ടോ മീൻകറിയും കൂട്ടിയിട്ട് ചോറ് കഴിക്കണത്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. പിന്നെ ഇപ്പം ഞാനിങ്ങനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഹാബിറ്റാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള മധുരം കഴിക്കൽ. ആദ്യമൊക്കെ എപ്പോഴും ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മധുരം വേണം. പക്ഷെ ഇന്ന് പൂതിയായപ്പോൾ ഒരു മിഠായും കൂടെ തിന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പം എനിക്ക് ഒരു പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലൊന്ന് ഇന്നലെ വന്നതാണ് കേട്ടോ. അത് പിന്നെ എന്താണെന്ന് എനിക്ക് അറിയുന്നു, എല്ലാം എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ മറ്റേത് എനിക്ക് അറിയാം എന്താണെന്നുള്ളത്, ആ ഷേപ്പ് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങനെ ഓപ്പൺ ചെയ്തൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. മറ്റേതും കൂടെ വന്നിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മറ്റേതും ഇന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരുമിച്ചാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷെ വന്നത് രണ്ടും 2 ദിവസമാണ്. ഇത് എനിക്കുള്ളതല്ല കേട്ടോ, കസ്റ്റമറിനുള്ളതാണ്. ഒരു ഹാമ്പറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പാക്കേജാണ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് എനിക്ക് അറിയുന്നു, ഡോംസിൻ്റെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ബ്രഷ് പെൻസാണ്. ഇത് നിങ്ങൾ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഒരു 2 വർഷം മുന്നേ തോന്നുന്നുണ്ട് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ കളറ് പോയിട്ടുണ്ട്, അതായത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ചിലതൊക്കെ ഇങ്ങനെ ഇടും. ഞാൻ മെയിനായിട്ടും ഹൈലൈറ്റ് ചെയ്യാനൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജേണൽ ചെയ്യുമ്പോഴും എടുത്തിരുന്നു. പിന്നെ അങ്ങനെ ബുജോ ചെയ്യൽ കുറവായതുകൊണ്ട് തന്നെ ഹൈലൈറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും വാങ്ങണ്ടേ എന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കോളി. കാരണം അത്രയും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല വേർത്തായിട്ട് തോന്നിയിട്ടുണ്ട് ആ ഒരു പൈസക്ക്. ഇതിപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സിലുള്ളതും ആ ഒരു സെറ്റ് അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് ഒന്നുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. നല്ല ഭംഗിയാണ് ഇതുകൊണ്ട് കളർ ചെയ്ത് കഴിഞ്ഞാലൊക്കെ. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കസ്റ്റമറിന് വാങ്ങിയിട്ടുള്ളതാണെങ്കിലും ഇത് ഞാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം ഞാൻ ചോദിക്കാണ്ട് അങ്ങനെ ഓർഡർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ജേണൽ സപ്ലൈസ് ഒക്കെ വെക്കാൻ പറഞ്ഞ നേരം എന്താ വെക്കുക അങ്ങനെ ആലോചിച്ചപ്പോൾ എന്നാൽ പിന്നെ ഇത് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കയ്യിൽ കിട്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കസ്റ്റമറിനോട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആൾക്കത് വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഓൾറെഡി ഒരിടത്ത് അത് ഉണ്ട്, യൂസ് ചെയ്യണ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ കിട്ടിയിട്ട് കാര്യമല്ലല്ലോ. ഞാൻ ചോദിച്ചിട്ടില്ല, എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ വലിയ റിഗ്രറ്റ് ഒന്നും തോന്നിയില്ല. കാരണം എൻ്റെത് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എടുക്കാമെന്നുള്ള രീതിക്ക് ഞാൻ പിന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ പാക്കേജിൽ ഇങ്ങനെ 2 പ്രോഡക്റ്റ് ഉണ്ട്. അപ്പം ഇതിൽ ഒന്ന് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും, നമ്മളിങ്ങനെ ഡെസ്കിലൊക്കെ വെക്കുന്ന അക്രിലിക്കിൻ്റെ ബോർഡ് ഉണ്ടല്ലോ, നമുക്ക് നോട്ട് ചെയ്യാനൊക്കെ പറ്റണേ. അതാണ് കേട്ടോ ലൈറ്റ്, LED ലൈറ്റൊക്കെ വരുന്നത്. ഇത് ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് അത്യാവശ്യം സൈസ് ഉണ്ടാവും എന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കയ്യിൽ കിട്ടിയ സമയത്ത് നല്ല കുഞ്ഞിയതാണ് കേട്ടോ, ഒരു മിനി സൈസാണ്. ഡെസ്കിലൊക്കെ വെക്കാൻ നല്ല കറക്റ്റ് പാകമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കുറച്ച് സ്കെച്ച് പെൻസും കൂടെ ഉണ്ട്. ഞാനപ്പോൾ ഇത് പ്ലഗ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ പ്ലഗ് ചെയ്തപ്പോൾ വർക്ക് ചെയ്യണ്ടായിരുന്നു. പിന്നെ എഴുതി നോക്കിയിട്ടൊന്നുമില്ല, കാരണം ഇതിന് മുകളിൽ എന്തോ ഒരു ഷീറ്റ് ഉണ്ട്, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. അപ്പോൾ അത് ഇനി ഞാൻ പറിക്കേണ്ട, ആ ഒരു കയ്യിൽ കിട്ടിയിട്ട് പറിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതിയിട്ടൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ലൈറ്റൊക്കെ ഓക്കെ അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് എനിക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ ഡെസ്കിൻ്റെ അടുത്ത് ഇങ്ങനെ പ്ലഗ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വാങ്ങിയിട്ട് വലിയ കാര്യമല്ല.
ഇനി കാണിക്കുന്ന പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും കാലം കണ്ട ചാനൽസിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാം. കാരണം സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. ഞാൻ പ്രൊമോഷന് അങ്ങനെ ഇങ്ങനെയൊന്നും പറയണതല്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതും കൂടി അല്ല, കസ്റ്റമറിനുള്ളതാണ്. പക്ഷെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്റ്റഡി പ്ലാനറാണ് കേട്ടോ. 6 മന്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെയിം ബ്രാൻഡിൻ്റെ ഡൂഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ജേണൽ തന്നെയാണ് ഞാനും യൂസ് ചെയ്യുന്നത്. ഒരു പ്ലാനർ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ, അത് ഈ ഒരു സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ്. ആ ഒരു ഏകദേശം അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും. പക്ഷേ ഇത് കുറച്ചും കൂടെ വിടുത്തുള്ള ടൈപ്പാണ്. ഞാൻ എന്തായാലും ഓരോ പേജും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് പേരെഴുതാനുള്ള അങ്ങനത്തെ കോളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദാ ദിസ് ഇയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടെ ഫുൾ ഓരോ മന്തും ഉണ്ട്. മന്ത് നെയിമൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അങ്ങനെ കോളായിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഓരോന്നും പറയണില്ല കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണ്ടല്ലോ. പിന്നെ അത് ആ ടൈം ടേബിൾ എഴുതാനുള്ള സെക്ഷനാണ്, അതും 2 പേജിലുണ്ട്. പിന്നെ ഗ്രേഡ് ട്രാക്കർ പറഞ്ഞ് കുറച്ചധികം പേജ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയി. കാരണം അതായത് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അത് എന്തിനാന്നുള്ളതൊക്കെ. ഇത് ഒരു സ്റ്റഡി പ്ലാനർ ആണെങ്കിലും ഇതിൽ അതിൻ്റെ പുറമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾക്കുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സങ്കടമാവുക. കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് ഇല്ലയെന്നൊന്നും. 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനും പ്ലാൻ ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അന്നൊന്നും ഇങ്ങനെ സാധാ ഒരു ബുക്കിൽ നോട്ട് ചെയ്യുന്നല്ലാതെ ഇങ്ങനത്തെ ജേണൽസ് നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാതൊക്കെ ഭയങ്കര കുറവല്ലേ. പിന്നെ ഇങ്ങനത്തെ നമ്മൾ സ്റ്റേഷനറി ഷോപ്പിൽ പോകുകയാണെന്നുണ്ടെങ്കിലും ഈ ടൈപ്പ് ജേണൽസ് ഒന്നും അവിടെ അവൈലബിൾ ആവില്ലല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വിചാരിക്കും അന്നൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഭയങ്കര യൂസ്ഫുൾ ആയിനിയോ എന്നൊക്കെ കരുതുക. കാരണം എനിക്ക് അത്രയും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇത് ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പം. ഇപ്പോൾ കറൻ്റ്ലി ഞാനൊരു സ്റ്റുഡൻറ്റ് അല്ലാത്തതുകൊണ്ട് എനിക്കിത് വാങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ സ്റ്റുഡൻസിന് എനിക്ക് തോന്നുന്നത് വാങ്ങിയാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പോൾ വാങ്ങാൻ കഴിയൂല എന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം ഇപ്പോൾ ആദ്യത്തെ ഫുൾ പേജ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതേപോലെ വേണമെങ്കിൽ ഒരു ബുക്കിൽ വരച്ച് ചെയ്താലും മതി. അതിന് അങ്ങനെ വലിയ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ചെയ്തിട്ടും നമുക്കൊരു പ്ലാനറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് 6 മന്തിനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഓരോ ഡേക്കുള്ള ഓരോ പേജസ് ഉണ്ട് കേട്ടോ, നമുക്കിങ്ങനെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ഓവർവ്യൂ, ക്വസ്റ്റ്യൻസ്, അങ്ങനെ അതിനുള്ള കുറേ സെക്ഷൻസൊക്കെ ഉണ്ട്. ലാസ്റ്റ് ദാ സ്ട്രെസ് റിലീഫ് എന്ന് പറഞ്ഞിട്ട് 2 ബ്ലാങ്ക് പേജും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് സെൽഫ് കെയർ ക്യാൻ ഇൻക്ലൂഡ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് സ്റ്റിക്കർ ഷീറ്റ്സ് ആണ് കേട്ടോ, കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. സ്റ്റഡി പ്ലാനർ ആയതുകൊണ്ട് തന്നെ അധികം അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് തന്നെയാണ്. ഒരു 3 ഷീറ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു പ്ലാനർ വരുന്നത്. ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ തരാം. അങ്ങനെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് അധികം സാധനങ്ങൾ ഡെസ്കിലുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഹാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഡൂഡിൽ നിന്നാണ് ജേണൽ എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ ആ ഒരു പ്ലാനർ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സെയിം സൈസ് തന്നെ കാരണം വിചാരിച്ച ആ ഒരു സെയിം സൈസിലുള്ള ഒരു ബോക്സ് ഞാൻ വാങ്ങി. പക്ഷേ ഇത് കുറച്ച് വീതി കൂടിയ ബുക്കായതുകൊണ്ട് തന്നെ ആ ഒരു ബോക്സിൽ കൊള്ളണില്ല. ഈ ഒരു അക്രിലിക്കിൻ്റെ ബോർഡ് കൊള്ളൂലേന്നായിരുന്നു എൻ്റെ ടെൻഷന്. പക്ഷെ അതൊക്കെ കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ട്, ബുക്കാണ് കൊള്ളാത്തത്. ഇനിയിപ്പം വേറെ കറക്റ്റ് അളവിലുള്ള ബോക്സ് 2ാമത് വാങ്ങിയിട്ട് വേണം ചെയ്യാൻ. എന്തായാലും എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് ആ ഒരു ബോക്സിൽ നിന്നാക്കി സേഫായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അതാ വൈകുന്നേരം ആയപ്പോഴത്തിന് ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു റെസിപ്പി ഉണ്ടായിരുന്നല്ലോ, ഒരു ബനാന ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ. അത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു, പാലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ ആയിട്ടോ അത് ഉണ്ടാക്കണമെന്ന് വിചാരിക്കണത്. ഇതിന് മെയിനായിട്ട് വേണ്ടത് പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ റോബസ്റ്റ പഴം എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ അത് ഞാൻ രാവിലെ സ്മൂത്തിക്ക് എടുത്തപ്പോൾ തന്നെ അത്ര പഴുത്തിട്ടില്ലായിരുന്നു. അതിൽ നിന്നുള്ളതിന് നല്ല പഴുത്തതാണ് ഞാൻ 2 രാവിലെ എടുത്തത്. അപ്പോൾ ഇനിയും അത്ര പഴുത്ത ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചെറിയ പഴം ഉണ്ടല്ലോ നമ്മൾ സാധാ, അതുണ്ടായിരുന്നപ്പം അത് 2 എടുത്തിട്ടാണ് ഇങ്ങനെ മാഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു പാനിൽ കുറച്ച് ബട്ടർ ആക്കിയതിന് ശേഷം ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ ആദ്യം ഒരു സ്ലൈസ് ബ്രെഡ് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ ബനാന, അതതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് കൊടുക്കുക.
ഇതിപ്പോൾ റെസിപ്പി ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവും. പക്ഷേ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് പറഞ്ഞുതരാം. എനിക്കും ഇങ്ങനെ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അല്ലാതെ അങ്ങനെ ഭയങ്കര കഴിക്കാൻ പൂതിയായിട്ടല്ല. പക്ഷെ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണ്. നല്ലതാണെങ്കിൽ പിന്നെയും ഉണ്ടാക്കാം എന്നുള്ള രീതിക്ക്. പിന്നെ വേറൊരു സ്ലൈസ് ബ്രെഡും കൂടെ അതിന് മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് പാലിൽ പഞ്ചസാര നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച്. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിൽ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു സൈഡ് ടോസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് തന്നെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൈഡ് നല്ലോണം ആയതിൻ്റെ ശേഷം മറിച്ചിട്ടിട്ട് ബാക്കിയുള്ള പാലും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ ഒരു ബ്രെഡിൽ ഫുൾ അബ്സോർബ് ആയതിൻ്റെ ശേഷം രണ്ട് സൈഡും അത്യാവശ്യം നല്ലോണം മുരിഞ്ഞതിൻ്റെ ശേഷം അത് നമുക്ക് സെർവ് ചെയ്യാം. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ വേറെ വലിയ പണിയൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു സ്ട്രോബെറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെറുതെ അല്ല ഇത്രയും ഹൈപ്പ് ഉള്ളത്. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും സ്വീറ്റായിട്ട് കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നതാണ്. എനിക്ക് ആകെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിട്ട് തോന്നിയത് ആ ഒരു പഴം. ഈ ഒരു പഴം എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് റോബസ്റ്റ് എനിക്ക് ഒന്നുകൂടെ നന്നായിട്ടുണ്ടാവും എന്ന് തോന്നി. പക്ഷേ സംഭവം നല്ല രസമുണ്ടായിരുന്നു. ഇനി എന്തായാലും മറ്റേ പഴം കൂടെ വെച്ചിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.